ഹലോ ഗൈസ്, അപ്പോൾ എങ്ങോട്ട് പോകാനുള്ള ഒരുക്കാണെന്ന് മനസ്സിലായോ? ഞങ്ങളിതാ സുന്ദരികളായി ഒരുങ്ങിയിരിക്കണുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. സ്വന്തം വീട്ടിലേക്ക് പോകാൻ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഇതുക്കുട്ടനൊന്ന് സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ബസ്സിലാണ് പോണത്. അപ്പോൾ അതാ രണ്ടാളും ഇതാ ഇരിക്കുന്നതാ. എനിക്കൊരു സങ്കടമുണ്ട്, എന്താണെന്നറിയില്ല. വീട്ടിലെത്താഞ്ഞിട്ടുള്ള സങ്കടമാണോ അതോ ഇനി മിഠായി ഒന്നും വാങ്ങിക്കൊടുക്കാത്ത സങ്കടമാണോ അറിയില്ല കേട്ടോ. എന്നാലും രണ്ടാളും അങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലേക്ക് എത്തിയതിൻ്റെ ശേഷം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ നമുക്കൊരു കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഫ്രിഡ്ജിൽ. അതിപ്പോൾ ചൂടുകാലമല്ലേ, അപ്പോൾ അധികമായിട്ട് ഫ്രൂട്ട്സ് അല്ലേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ മക്കളെ മനസ്സിലൊരു ആഗ്രഹം, നമുക്കൊരു കത്തുപാട്ട് നടത്തിയാലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ കത്തുപാട്ട് നടത്താൻ വേണ്ടി നമ്മൾ അവിടെ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. നമ്മളിതാ സാധാരണയായിട്ട് ഇലയൊക്കെ വെട്ടി, ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡല്ലേ. പക്ഷേ നമ്മൾ ഈ മുറിക്കണ കത്തി ഉണ്ടല്ലോ, കുറച്ച് മൂർച്ച കുറവാണ് കേട്ടോ. കാരണം ഇങ്ങനെ മൂർച്ചയുള്ള കത്തി വേഗം കൈക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് മൂർച്ചയിടാതെ വെച്ചതാണ്. അപ്പോൾ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഞങ്ങളിതാ വൃത്തിയായിട്ട് കഴുകി നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതാ മക്കൾസൊക്കെ ഇതാ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒന്നാമത് കത്തുപാട്ട് നടത്തുന്ന സന്തോഷം വീഡിയോയ്ക്ക് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ലുക്കന്മാരായിട്ട് ഫ്രീക്കത്തികളായിട്ടൊക്കെ ഉണ്ട് എല്ലാവരും. അങ്ങനെ നമ്മൾ കത്തുപാട്ടിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിയാട്ടോ റെഡിയാക്കുന്ന ആൾ. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് അടിപിടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ഇടിക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തുന്നതാണ്. അതിനിടയിൽ നമ്മൾ അതിലേക്ക് ഒഴിക്കാനുള്ള മുളക്, അത് നമ്മൾ മാക്സിമം എരിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി ആട്ടോ ഉപയോഗിച്ചത്. കളറേ ഉള്ളൂ, എരിവില്ല. അപ്പോൾ കാശ്മീരി മുളക് ഇട്ടാണ്ട് അന്ന് മുളക് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മുളക് മസാല അതിലേക്ക് ഒഴിക്കാൻ നിൽക്കുക കേട്ടോ. അനിയത്തിക്കുട്ടിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതാ എല്ലാവർക്കും മുന്നിൽ തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ കൂട്ടി കുഴയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇതാ കൂട്ടി കുഴയ്ക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ചെയ്യണം, ഒരാൾ ചെയ്താൽ എല്ലാവർക്കും ചെയ്യണം. അപ്പം എല്ലാവരും കൂടെ ഉൾപ്പെടുത്താൻ ഞാൻ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഇതാ ഒക്കെ എല്ലാവരും കൂട്ടിക്കുഴച്ച് ഇനി എല്ലാവരും കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ഇപ്പോൾ കാണട്ടോ എല്ലാവരും ആക്ഷന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാരണം എരിവില്ല, അധികം എരിവൊന്നുമില്ല. അപ്പോൾ മക്കൾക്ക് നല്ലോണം കഴിക്കുമല്ലോ. കാരണം കാശ്മീരിയല്ലേ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇതാ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റാക്കി നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.